الحمدللہ رب العالمین نحمده ونستعینه ونستهدیه ونسترشده ونؤمن به ونتوکل علیہ ونعوذ باللہ تعالی من شرور انفسنا ومن سیئات اعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا ونشهد ان لا اله الا الله وحده لا شريك له ونشهد أن سيدنا وأسوتنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله مولانا العظيم സ്നേഹാദരണീയരായ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ മനുഷ്യ ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് മുത്തഖികളായി ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബങ്ങളെ തിരിച്ചുപിടിക്കേണ്ടതിനെക്കുറിച്ച്, കുടുംബജീവിതത്തെ മനോഹരമാക്കേണ്ടതിനെക്കുറിച്ച് ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ ഇന്ന് അത് ഏതെങ്കിലും കുടുംബപരമായ അവരുടെ മക്കളോ മാതാപിതാക്കളോ ഭാര്യാഭർത്താക്കന്മാരോ കുടുംബ ബന്ധുക്കളോ ഒക്കെ ആയുള്ള അസ്വസ്ഥതകളിലാണ് പലപ്പോഴും പരാതിപ്പെട്ടുകൊണ്ട് നമ്മളോട് സംസാരിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ കുടുംബത്തെക്കുറിച്ചുണ്ടാകേണ്ടുന്ന സങ്കല്പത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. കാരണം ഒരു ഭൂമിയിൽ ഒരു മനുഷ്യന് എന്തൊക്കെ കാര്യങ്ങളിൽ അസ്വസ്ഥതയുണ്ടായാലും ആ അസ്വസ്ഥതകളെല്ലാം ഒരാൾക്ക് മാറ്റി അവസാനം സ്വസ്ഥമാകാൻ പറ്റുന്ന ഇടം, അതിനെയാണ് വിശുദ്ധ ഖുർആൻ മസ്കൻ, വീടകം, മസാക്കിൻ, വീടകങ്ങൾ എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പോൾ സുക്കൂന് നിങ്ങൾക്ക് കിട്ടുന്ന, ശാന്തി കിട്ടുന്ന, സമാധാനം കിട്ടുന്ന സ്ഥലമായിട്ട് നിങ്ങളുടെ കുടുംബം മാറുന്നില്ല എങ്കിൽ അവിടെയും അസ്വസ്ഥതയും പുകപടലങ്ങളും കാർമേഘ കെട്ടഴിക്കലുമൊക്കെയാണ് അവിടെ ബാക്കിയാകുന്നതെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ പിന്നീട് സ്വസ്ഥത അയാൾ എന്തിൽ നിന്ന് കണ്ടെത്തും? അത് വലിയൊരു ചോദ്യമാണ്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ ഒരു നഫ്സിൽ നിന്ന് അല്ലാഹ് സൃഷ്ടിച്ചു. വഖലഖ മിൻഹാ സൗജഹ, ആ അതേ കണത്തിൽ നിന്നും അതേ നഫ്സിൽ നിന്നും അള്ളാഹു അവരുടെ ഇണകളെയും സൃഷ്ടിച്ചു. അതായത് ആണും പെണ്ണും തമ്മിലുള്ള വലുപ്പ ചെറുപ്പ വ്യത്യാസമോ അതല്ലെങ്കിൽ മൂപ്പിളമ തർക്കമോ ആണെങ്കിൽ അത് വേണ്ട. കാരണം ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു സത്തിൽ നിന്നാണ്. അപ്പം ആദമിൻ്റെ എല്ലൂരി അതല്ലെങ്കിൽ അങ്ങനെ മനുഷ്യൻ്റെ പുരുഷനിൽ നിന്നും പെണ്ണിനെ സൃഷ്ടിച്ചു എന്നൊക്കെയുള്ള അതിഭാവനകൾ, അതിനപ്പുറം ഏതൊരു സത്തിൽ നിന്നാണോ നിങ്ങളൊക്കെ പടക്കപ്പെട്ടുള്ളത് അതേ സത്തിൽ നിന്ന് തന്നെ അള്ള പടച്ചു. കാരണം ഈ ലോകത്ത് ഇനിയും ഒരുപാട് ആണും പെണ്ണും ഒക്കെ ആയിട്ട് മനുഷ്യർ ഈ ലോകത്ത് വ്യാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തുടക്കം അങ്ങനെയായി. എന്നിട്ട് വീണ്ടും പറയാം വത്തഖുല്ല, വീണ്ടും തഖ്വ പറയുന്നത്, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. എന്നിട്ട് അവിടെ അർഹാമിനെ കുറിച്ചും പറയുന്നു, തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പം അള്ളാഹിനെ കുറിച്ച് നമുക്കറിയാം. അള്ളാഹിനെ കുറിച്ച് നമ്മൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് റഹ്മാനും റഹീമും. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ മറ്റെല്ലാത്തിനെയും പൊതിഞ്ഞു നിൽക്കുന്ന ഗുണം. കതബ അലാ നഫ്സിഹി റഹ്മ, അള്ളാഹു സ്വയം അള്ളാഹുവിനുമേൽ നിർബന്ധമാക്കിയ ഒരു ഗുണമാണത്രേ എന്ത്? റഹ്മത്ത്. ആ റഹ്മത്ത് എവിടേക്ക് വരുന്നു എന്ന് നോക്കൂ നിങ്ങൾ. ഒന്ന്, മാതാവിൻ്റെ ഗർഭാശയത്തെ റഹിം എന്നാ പറയാ, റഹിം. കുടുംബ ബന്ധത്തെ അർഹാം എന്നാണ് പറയാ. എന്നിട്ട് ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അനർ റഹ്മാൻ, ഞാൻ റഹ്മാനാണ്. ഞാൻ എൻ്റെ പേരിൽ നിന്ന് മുറിച്ചെടുത്തിട്ടാണ് നിങ്ങളുടെ കുടുംബത്തിന് പേരിട്ടിട്ടുള്ളത്. കാരണം റഹിമെന്നും അർഹാമെന്നും പേരിട്ട് തന്നിട്ടുള്ളത് ഞാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ജീവിക്കുന്ന ഈ ജീവിതത്തിന് ചുറ്റുപാടും കുറേ ഈ ചതുരംഗപ്പലകയിൽ കുറേ കഥാപാത്രങ്ങളുള്ള പോലെ കുറേ മനുഷ്യന്മാരുണ്ടാവും. ആദ്യം നമുക്ക് കിട്ടിയത് ഉമ്മാനെയാണ്, പിന്നെ കിട്ടിയത് നമ്മൾ അറിഞ്ഞത് ബാപ്പാനെയാണ്. ഉമ്മയും ബാപ്പയും സഹോദരങ്ങളും കുടുംബ ബന്ധുക്കളും ശരിക്കും നമ്മൾ അവരെ വളരെ പ്രധാനപ്പെട്ടവരായി കരുതുമ്പോഴും ഇത് നമ്മൾ തിരഞ്ഞെടുത്തതാണോ? അല്ലല്ലോ. നമുക്കാർക്കും തിരഞ്ഞെടുക്കാൻ ഒരു സ്വാതന്ത്ര്യമില്ല. ഇതിൽ സ്വാതന്ത്ര്യമില്ല എന്ന് മാത്രമല്ല, നമുക്ക് കിട്ടിയത് വെച്ച് നമ്മളതിൽ തൃപ്തിപ്പെട്ടേ പറ്റൂ. അതുകൊണ്ടാണ് ഇസ്ലാമിൽ തറവാടിത്തൊന്നും പാടില്ല എന്ന് പറയേണ്ട കാരണം. കാരണം ജനനത്തിന് പ്രത്യേകിച്ചൊരു മാനദണ്ഡമില്ല. നിങ്ങൾക്ക് ഏത് ഉപ്പാനെ കിട്ടി ഏത് ഉമ്മാനെ കിട്ടി എന്നുള്ളത് വെച്ച് നിങ്ങൾ വലുപ്പം നടിക്കേണ്ടതില്ല, ചെറുപ്പം കരുതേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണം, അള്ള ഈ ലോകത്ത് നിങ്ങളെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൽപ്പെട്ട ഏറ്റവും വലിയ പരീക്ഷണമാണ് നിങ്ങൾക്ക് ഏത് ഉമ്മാനെയും ഏത് ബാപ്പാനെയും തരണം. നമ്മൾ ലോകത്ത് വലിയ പരീക്ഷണങ്ങളെ കുറിച്ചൊക്കെ പറയും. പക്ഷെ ഏറ്റവും വലിയ പരീക്ഷണം ശരിക്കും ഇന്ന മകൻ്റെയും ഇന്ന ആളുടെ മകനായി ഇന്ന സ്ത്രീയുടെ മകളായി നിങ്ങളിവിടെ ജനിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കളെ നിങ്ങൾ
എങ്ങനെ നോക്കുന്നു, പരിഗണിക്കുന്നു എന്നുള്ളതിനൊക്കെ വലിയ കൂലിയൊന്നും ശരിക്കും കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അവർ നിങ്ങളെ ചെറുപ്പത്തിൽ നോക്കി, തിരിച്ച് നിങ്ങൾ അവരെ നോക്കുന്നു, അതിന് ഇത്ര വലിയ പ്രതിഫലം ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ നേരെ മറിച്ച് ഈ മക്കൾ, മാതാപിതാക്കൾ എന്നുള്ള ഈ ബന്ധത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത് പരീക്ഷണമാണ്. മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ മക്കൾ പരീക്ഷണമായിട്ട് വരും. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. ഈ മക്കളും ഈ സമ്പത്തും ഇതാണ് നിങ്ങളെ തുലയ്ക്കാൻ പോകുന്നത്, നിങ്ങളെ അപകടത്തിലാക്കാൻ പോകുന്നത് ഈ മക്കളാണ്. നിങ്ങളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സമ്പത്താണ്. കാരണം മനുഷ്യന്മാർ സാധാരണഗതിയിൽ ഓടുക അതിനു വേണ്ടിയിട്ടാണ്. വേറൊരു ഭാഗത്ത് പറഞ്ഞു, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പാദ്യങ്ങളൊന്നും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കരുത്. ഇത് ഓർമ്മപ്പെടുത്തലാണ്. അതായത് മാതാപിതാക്കളെ മക്കൾ അവഗണിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നേരെ തിരിച്ചാണ്. ആദ്യം മക്കളുടെ പേരിൽ മാതാപിതാക്കൾ അള്ളാഹിനെ അവഗണിക്കും. വളരെ പ്രധാനപ്പെട്ട ആലോചനയാണ്. ഇപ്പം നമ്മൾ മാതാപിതാക്കളെ നോക്കാത്ത മക്കളെ കുറിച്ചാണ് ആദ്യം പ്രസംഗിക്കുക. പക്ഷെ അതിനു മുമ്പ് ആദ്യം മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാതാപിതാക്കളോട് അള്ളാഹ് പറയുന്നുണ്ട്, ഈ മക്കളെ കണ്ടും തുള്ളണ്ടാവും. ഈ മക്കളെ കണ്ടു. കാരണം കുടുംബ ബന്ധങ്ങളുടെ, അത് മക്കളാകട്ടെ, ഇനി ഭാര്യ ഭർത്താക്കന്മാരാകട്ടെ, സഹോദരി സഹോദരന്മാർ തമ്മിലാകട്ടെ, വത്തഖുല്ലാഹ് അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ ഈ കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനമായി പോലും അള്ളാഹുവിനോടുള്ള തഖ്വ വെച്ചോ. എന്നിട്ടിത് പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ ചെറുതല്ലാത്ത പ്രതീക്ഷയിലോ അതല്ലെങ്കിൽ ചിലരെങ്കിലും പ്രതീക്ഷിച്ചതിൻ്റെ അമിതമായ മോഹങ്ങളുടെ ഭംഗത്തിലോ ഒക്കെ ജീവിക്കേണ്ടി വരും. കാരണം ഈ ലോകം പരീക്ഷണമാണ്. നിങ്ങൾ വിവാഹം കഴിക്കുന്നു, ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലവർക്ക് തോന്നുക, ഞാൻ കഴിക്കേണ്ടിയിരുന്ന വിവാഹമായിരുന്നില്ല അത്. ചിലരൊക്കെ അങ്ങനെയൊക്കെ പറയും. ചിലർ പറയും, എനിക്ക് ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ അല്ല വേണ്ടിയിരുന്നത്. പക്ഷെ വിവാഹത്തിന് മുമ്പ് നമുക്ക് ചെറുതായ ഒരു അന്വേഷണമൊക്കെ നടത്താൻ പറ്റുള്ളൂ. ഇസ്ലാം അവിടെ പറഞ്ഞെന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നാട്ടിലുള്ള വിവാഹത്തിൻ്റെ പല ഗണനകളും പല താരതമ്യങ്ങളും ഒക്കെ നിങ്ങൾ മാറ്റി വെച്ചോട്ടോ. കാരണം ഫളുഫർ ബിദാത്തിദ്ദീൻ. കാരണം നാട്ടിലുള്ള മാനദണ്ഡങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നിരാശപ്പെടേണ്ടി വരും. തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലി ജമാലിഹാ വലി ഹസബിഹാ വലി ദീനിഹാ. 4 കാരണങ്ങൾ കൊണ്ട് ആളുകൾ ചിലപ്പോൾ വിവാഹ അന്വേഷണങ്ങൾ മുന്നോട്ട് നീക്കാറുണ്ട്. ഒന്ന്, ലിമാലിഹ, നല്ല വെൽത്തി റിച്ച് ഫാമിലിയാണ് എന്നൊക്കെ കരുതിയിട്ട് സ്ത്രീധനൊന്നും വേണ്ട എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവുക ഇക്കൂട്ടർക്കാണ്. കാരണം നല്ല ഫാമിലിയാണെന്ന് ഓർമ്മിപ്പിച്ചാൽ പിന്നെ സ്ത്രീധനൊന്നും വേണ്ടല്ലോ, അവർ ചോദിക്കൊന്നുമില്ല. പിന്നെ വലി ജമാലിഹ, ചിലർക്ക് സൗന്ദര്യമാണ്. സൗന്ദര്യം ഉണ്ട് എന്ന് സമ്മതിച്ചാൽ പോരാ, സൗന്ദര്യം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വരും. വലി ഹസബിഹ, അതല്ലെങ്കിൽ തറവാടാണ്. പുത്തമ്മണക്കാരൊന്നും നമുക്ക് വേണ്ട, നേരത്തെ ഉള്ള ആൾക്കാരെ മതി. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ. അങ്ങനെയാണ് കല്യാണമൊക്കെ. നമ്മളിപ്പോൾ കരുതും ഈ ബാർബർ കമ്മ്യൂണിറ്റി എന്നൊക്കെയുള്ള കല്യാണങ്ങളൊക്കെ ഇപ്പോൾ ഇല്ലാതായിപ്പോയി എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഈ അടുത്ത് അതില്ല, അതൊക്കെ ഈ അടുത്ത് അവർ പൈസയൊക്കെ ഉണ്ടാക്കിയതാണ്. ഈ അടുത്തെന്ന് പറഞ്ഞാൽ ഇവരെ തൊട്ട് തലമുറയിൽ. അതിനപ്പുറം അവർ ബാർബർ കമ്മ്യൂണിറ്റിയാണ്. അതായത് വലി ഹസബിഹ. എന്താണ് നീ എന്ന മനുഷ്യനും ഈ മനുഷ്യനും തമ്മിൽ എന്താ വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഒന്നുമില്ല. പക്ഷേ പറ്റൂല. ഞാൻ ഈ അടുത്ത് മലപ്പുറം ജില്ലയുടെ ഒരു തീരദേശ പ്രദേശത്ത് പോയി. അവിടെയുള്ള ഏറ്റവും വലിയൊരു തർക്കം, ടൗണിലുള്ളവർ കടപ്പുറത്തുള്ളവർ വിവാഹം കഴിക്കില്ല. അത് വിവാഹം കഴിക്കുന്നതിൻ്റെ പ്രശ്നമില്ല, വിവാഹം കഴിക്കുന്ന ആലോചനകൾ എല്ലാ കുഫ് എത്തിയാലും അതിലൊക്കൂല. എന്താ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. ഈ ടൗണും കടപ്പുറവും തമ്മിൽ 1.5 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ഒരു പ്രദേശത്തെ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ വേറെ ഈ മലയോര പ്രദേശത്തുള്ളവർ തീരദേശ പ്രദേശത്തുള്ളവർ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചല്ല. വലി ഹസബിഹ, പദവി, സ്റ്റാറ്റസ്,
ഇങ്ങനെയാണ് നാട്ടുകാർ ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീന് നിങ്ങൾ മുൻഗണന കൊടുത്തോളി. തരിബത്ത് യദാക്, ഇനി കയ്യിൽ മണ്ണ് പുരളേണ്ടി വന്നാലും എന്നും കൂടി ഒരു അർത്ഥം ഉണ്ടായിരുന്നു. ദാരിദ്ര്യം നിങ്ങളെ പൊതിഞ്ഞാലും എന്നൊരർത്ഥമുണ്ട്. അല്ലെങ്കിൽ നീ നശിച്ചു പോകട്ടെ എന്നൊരർത്ഥമുണ്ട് അതിന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഭാഗത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള തഖ്വയെ കുറിച്ച് പറഞ്ഞു, വേറൊരു ഭാഗത്ത് ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനിന്റെ മുൻഗണനയെ കുറിച്ച് പറഞ്ഞു. കുടുംബജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കുന്നതിൻ്റെ ആധാരം എന്താണ്? നമ്മൾ കരുതുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പോയി ഇടയ്ക്കൊന്ന് പ്രാർത്ഥിച്ച് ഇതൊക്കെ അങ്ങോട്ട് ശരിയാവാം, അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ലല്ലോ. പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും. പക്ഷെ നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പുകൾ, നമുക്ക് തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള കാര്യത്തിലാണ് അള്ളാഹ് പറയുന്നത് ഫൽഫർ ബിദാത്തിദ്ദീൻ. തെരഞ്ഞെടുക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ്. ഉമ്മാക്ക് മോനെയും, മോന് ഉമ്മാനെയും, മാതാപിതാക്കൾക്ക് മക്കളെയും നേരെ തിരിച്ചൊന്നും തെരഞ്ഞെടുക്കാനേ വകുപ്പില്ല. ഇനി നിങ്ങൾക്കിത് മുറിക്കാൻ പറ്റുമോ? നിങ്ങൾ തെരഞ്ഞെടുത്തതിൽ മുറിക്കാം, അല്ലേ? നിങ്ങൾ വിചാരിച്ചതുപോലെ കുടുംബ ബന്ധം മുന്നോട്ട് പോകുന്നില്ല. പല രീതിയിലും നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തണം. അതിൻ്റെ വ്യത്യസ്ത മർഹലകൾ, ഘട്ടങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറയുന്ന പോലെ ഒറ്റയടിക്ക് തലാക്കൊന്നുമല്ല. അതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. അതിലുണ്ടോ ദീൻ? ഇല്ല. ഇനി ഇപ്പുറത്ത് നോക്കൂ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചാർത്തി തന്നിട്ടുള്ള ബന്ധങ്ങൾ, ഉമ്മ വാപ്പ മക്കൾ, ഇത് നിങ്ങൾക്ക് തൊലാക്ക് ചെല്ലാനും പറ്റൂല, ഒഴിവാക്കാനും പറ്റുമോ? അത് മുറിച്ചുകൂടാ എന്നാണ്. കാരണം ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന എന്ന് പറഞ്ഞ പോലെ ഈ കുടുംബ ബന്ധങ്ങൾ, ഈ ജീവിതം തന്നെ പരീക്ഷണമായിട്ട് എടുക്കുമ്പോൾ ഈ ജീവിത ബന്ധങ്ങളും പരീക്ഷണമാണ്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ കൊണ്ട് മാത്രമേ നമ്മളെ കുടുംബജീവിതം സൗന്ദര്യമാണ്, സമ്പൂർണ്ണമാണ്, അതിൽ സ്വസ്ഥതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ആധാരം എന്ത് എന്ന് ചോദിച്ചാൽ ഈ സ്വസ്ഥതയുടെ ആധാരം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് നിങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധമാകട്ടെ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമാകട്ടെ, ഇതിനെയും സുദൃഢവും മനോഹരവുമാക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുടുംബ ബന്ധങ്ങളിൽ മാത്രം സ്വസ്ഥത കിട്ടുമെങ്കിൽ നമുക്ക് ഇസ്ലാമിൻ്റെ പ്രത്യേകിച്ച് പോരിശ പറയേണ്ട ആവശ്യമില്ല. ഇസ്ലാമിനെ മാത്രം ഉയർത്തി കാണിക്കേണ്ട. കാരണം എത്രയോ പേർ കുടുംബജീവിതം നയിക്കുന്നുണ്ട്. പക്ഷേ എവിടെയും നിങ്ങൾക്ക് അള്ളാഹുവിനുമേൽ നിങ്ങൾക്ക് ഇത് പോകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണ് സൂറത്തു തൗബയിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഉലിങ്കാന ആബാഉക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പാരാണോ, അബ്നാഉക്കും നിങ്ങളുടെ മക്കളാണോ, നിങ്ങളുടെ സഹോദരങ്ങളാണോ, ഔ അശീറത്തുക്കും നിങ്ങളുടെ കുടുംബങ്ങളാണോ, ആരേക്കാൾ വലുത്? മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും അവർ രണ്ടുപേരുടെയും മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അള്ളാഹ് മുന്നിലുള്ളൊരു ജീവിതത്തിലാണ് നമ്മുടെ സൗഹൃദമായാലും ദാമ്പത്യമായാലും കുടുംബ ബന്ധമായാലും. നമ്മൾ കുടുംബത്തെക്കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങുന്നത്, പക്ഷേ അതിൻ്റെ അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഈ ലോകത്ത് അള്ളാഹ്, ഈ ലോകത്ത് മനുഷ്യനെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. ഈ സങ്കല്പങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് മനുഷ്യൻ ഇങ്ങനെ ഗുഹാവാസിയായി എവിടെന്നോ കാടനും വേടനും നാടനും ഒക്കെ ആയിട്ട് ജീവിച്ച മനുഷ്യനാണ്. പക്ഷെ അള്ളാഹ് പറയുന്നത് ഈ ലോകത്ത് വന്ന ആദ്യത്തെ മനുഷ്യൻ തന്നെ കുടുംബത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. ഇത് മനുഷ്യൻ അള്ളാഹ് നൽകുന്ന ആദരവാണ്. ഏത് മെസപ്പൊട്ടോമിയൻ, ഹാരപ്പ, ബാബിലോണിയൻ സംസ്കാരത്തിൻ്റെ പഴയ അതിൻ്റെ നാഗരികതകളും സംസ്കാരങ്ങളെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചരിത്രാതീത കാലത്തിൻ്റെ പുരമാന്തി നോക്കിയിട്ട്, അതിൻ്റെ തറകൾ മാന്തി നോക്കിയിട്ട് കുളിപ്പുരയും അതുപോലെ അവിടുത്തെ മൺചട്ടിയും പുറക്കി കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതല്ല ചരിത്രം. മനുഷ്യനെ കുറിച്ച് കിട്ടേണ്ടുന്ന ചരിത്രം മനുഷ്യൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു എന്നല്ല. മനുഷ്യൻ്റെ ഒന്നാം തീയതി മനുഷ്യൻ നാഗരികനായിരുന്നു. ഈ ലോകത്തെ മറ്റ് ദർശനങ്ങളിൽ നിന്ന് ഇസ്ലാം വ്യത്യാസപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലിപ്പോൾ ഇടതുപക്ഷ ചുവയോടുകൂടി ലിബറൽ നാസ്തികതയുടെ അകമ്പടിയോടുകൂടിയിട്ട് ആളുകൾ പറയുന്നു മനുഷ്യൻ അങ്ങനെയൊന്നുമില്ല, കാളയ്ക്കൊരു വേളി, ഇന്നൊരു വേളി, നാളൊരു വേളി, മറ്റന്നാൾ വേറൊരു വേളി.
അങ്ങനെ തോന്നിയ പോലെയൊക്കെ ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിച്ച് ഇങ്ങനെ പോയാൽ മതി എന്ന് പറയുന്നിടത്ത് മനുഷ്യൻ അങ്ങനെ ആയിരുന്നോ? മനുഷ്യൻ അങ്ങനെ പറ്റും. കാരണം അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, ഒരാൾ സ്വന്തത്തെ തന്നെ ദൈവമാക്കി സങ്കല്പിച്ച് സ്വന്തം ഇഷ്ടങ്ങളെ കാമിച്ചും താലോലിച്ചും നടക്കുന്ന മനുഷ്യനെ നീ കണ്ടിട്ടുണ്ടോ? അഫ അന്ത തകൂനു അലൈഹി വക്കീല, നീ അവന് വേണ്ടിയിട്ട് വക്കാലത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണോ നടക്കുന്നത്? സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിച്ച് ഇഷ്ടമുള്ളത് തിന്നും ഇഷ്ടമുള്ളത് കുടിച്ചും ഇഷ്ടമുള്ളതുപോലെ കാമിച്ചും ഭോഗിച്ചും നടക്കുന്ന മനുഷ്യരുണ്ട്. അള്ളാഹ് പറയണ്ട, അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട്. അഫ അന്ത തകൂനു അലൈഹി വക്കീല, നീ അവൻ്റെ വക്കാലത്ത് എടുക്കേണ്ടതുണ്ടോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ലോകത്ത് വന്ന ആദ്യത്തെ മനുഷ്യനെ കുറിച്ച്, ആദം അലൈഹിസ്സലാമയെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പത്നിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയാനുള്ള കാരണം, മനുഷ്യൻ ഈ ലോകത്ത് ഒന്നാമത്തെ ദിവസം മുതൽ സന്മാർഗചാരിയാണ്. അതായത് നല്ല ക്ലിയർ വിഷനുള്ള മനുഷ്യനാണ്. ഈ ക്ലിയർ വിഷനുള്ള മനുഷ്യന് തെറ്റുപറ്റി മനുഷ്യന് വീണ്ടും തിരിച്ചു നടക്കാം. കാരണം മനുഷ്യന്റെ പ്രകൃതി അതാണ്, തെറ്റുപറ്റി പശ്ചാത്തപിച്ചു, പശ്ചാത്താപം സ്വീകരിച്ചു, ഭൂമിയിലേക്ക് അയക്കപ്പെട്ട മനുഷ്യനോട് പറഞ്ഞത് കുല്ലഹ്ബിതു മിൻഹാ ജമീആ, നിങ്ങൾ ഭൂമിയിലേക്ക് ഇനി ഇറങ്ങിക്കോ. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ ദുഃഖിക്കണ്ട, പേടിക്കണ്ട, കാരണം നിങ്ങൾക്ക് ഹുദ വന്നുകൊണ്ടിരിക്കും. ആ ഹുദയെ പിൻപറ്റിയാൽ മതി. അപ്പൊ ഹുദയെ പിൻപറ്റുക ആദ്യത്തെ നമ്മുടെ ഉമ്മാനോടും ബാപ്പാനോടും പറഞ്ഞതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ വത്തഖുല്ലാഹ്, അതല്ലെങ്കിൽ ഫളുഫർ ബിദാത്തി ദീൻ എന്നുള്ളതിൻ്റെ ആ ന്യായം, ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, എൻ്റെ ഹുദയെ നിങ്ങൾ പിൻപറ്റിക്കൊണ്ടിരിക്കൂ. ശരിക്കും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആ ഹുദയെ പിൻപറ്റുകയാണ്. കാരണം ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, അൽ ഹുദയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തെ പിന്തുടരുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഈ ഹുദയുമായിട്ടാണ്. ഈ റസൂല് വന്നത്, ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദ, സ്വന്തം റസൂലിനെ അൽ ഹുദയുമായി അയച്ചത് ആ അള്ളാഹുവാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിനെയും ഹുദയുമായി വന്ന ഈ പ്രവാചകനെയും പിൻപറ്റുക വഴിയാണ് ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ, ഉമ്മ ബാപ്പമാർ, മക്കൾ, കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാക്കാൻ മത്സരിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഞാൻ റസൂലിൻ്റെയും അള്ളാഹിൻ്റെയും വഴിയിലാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു മോട്ടിവേഷണൽ ടിപ്സും നമ്മളെ ആത്യന്തികമായി സന്തോഷം വരുത്തൂല, കുറച്ചൊക്കെ സന്തോഷം വരുത്തും. ഏത് കൗൺസിലിംഗ് സെഷനും, ഏത് ഇൻസ്പയറിംഗ് വേർഡ്സും, അതല്ലെങ്കിൽ ഏത് പ്രഭാഷണവും നമുക്ക് ആ നേരത്തെ തോന്നും ശരിയാണ്, ഇത് നല്ല പോയിൻ്റൊക്കെയാണെന്ന് തോന്നും. പക്ഷെ അതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ നിത്യസമാധാനത്തിന് ഇത് തന്നെ കാരണമാക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, തൊട്ട് മുമ്പ് അതല്ലെങ്കിൽ ഈ അടുത്തായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊക്കെ പറയാൻ ഈ 6-ാം നൂറ്റാണ്ടിലെ മതം എന്തിനാണ് നമുക്ക് എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു കരാർ എന്നുള്ളതാണ്. വിവാഹത്തിലെ കുറിച്ച് അതല്ലെങ്കിൽ കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം ഈ കുടുംബ ബന്ധത്തിൻ്റെ കരാറാണ്. അഖ്ദ് എന്നാ പറയാം. എൻ്റെ മകൾ ഇന്നവളെ ഇന്ന മഹർ സ്വീകരിച്ച് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു എന്നുള്ളതിന് അറബി ഭാഷയിൽ ഈജാബ് എന്ന് പറയും. ഈജാബ് എന്ന് പറഞ്ഞാൽ ശരിക്കും കൊടുക്കൽ എന്നാണ്. ഞാനത് സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു എന്ന് അപ്പുറത്തുനിന്ന് വരൻ പറയും. അതിനെ കബൂൽ എന്ന് പറയും, സ്വീകരണം എന്ന് പറയും. അപ്പോൾ ഈ കൊടുക്കലും സ്വീകരണവും, ഈ കൊടുക്കൽ സ്വീകരണത്തിലൂടെ ഇന്നലെ വരെ ഹറാമായിരുന്നൊരു ബന്ധം ഇന്ന് ഹലാലാക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഈ ലിബറലിസ്റ്റുകൾ പറയും ഇത് ശരിക്കും ലൈസൻസ്ഡ് വ്യഭിചാരമല്ലേ എന്ന്. കാരണം ഞങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ റൂമിലും മറ്റുമൊക്കെ താമസിക്കും. അതിനെ ലിവിങ് ടുഗദർ എന്ന് പറയും. പുതിയ കാലത്തെ ഭാഷയാണ്. ലിവ് ഇൻ ടുഗദർ, ലിവിങ് ടുഗദർ അല്ല. അതായത് ഞങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും ജീവിച്ചോളാം. അത് ചിലപ്പോൾ 10 ദിവസം ജീവിക്കും, 10 മാസം ജീവിക്കും. ഞങ്ങൾ തമ്മിൽ അടിപിടി ഉണ്ടാകുന്നത് ചിലപ്പോൾ 10 കൊല്ലം പോയിന്ന് വരും. ഞങ്ങൾ തമ്മിലൊരു കരാറില്ലാതെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഈ കരാറുണ്ടാക്കുന്നത്? ഇവിടെയാണ് ഇസ്ലാം ലൈംഗികത എന്ന് പറഞ്ഞാൽ മനുഷ്യരിലുള്ള
ഈ തൃഷ്ണയെ, മനുഷ്യരിൽ അനുരാഗവും ആകർഷണവും പരസ്പരമുള്ള എതിർലിംഗത്തോടുള്ള അഭിനിവേശവും അള്ളാഹ് സെറ്റ് ചെയ്തതാണ്. കാരണം ഖലഖ മിൻഹാ സൗജഹാ, മനുഷ്യരിൽ തന്നെയുള്ള ഒന്ന് മറ്റൊന്നിനോട്, അതായത് ആണ് പെണ്ണിനോട്, മനുഷ്യനിൽ പൊതുവെയുള്ള മനുഷ്യന്റെ രൂപം ഹെട്രോസെക്ഷലായി, ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടുമുള്ള അഭിനിവേശമായി അള്ളാഹ് നിറച്ചു വെച്ചതാണ്. അങ്ങനെ ഇഷ്ടമുള്ളവരോട്, ആകർഷണമുള്ളവരോട് തോന്നിയ പോലെ പ്രണയിക്കാനും ആ പ്രണയം കൊണ്ടുപോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആഘോഷിക്കാനും പറ്റുമോ? ഇസ്ലാം പറയുന്നു അവിടെ ചില ഷർത്തുകൾ വേണം. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ഈ ആലോചനകളും ചിന്തകളും പണ്ട് നമുക്കൊരു 10-18 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ അടുത്തുനിന്ന് അഭിമുഖീകരിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ അവർ ഒന്നാമത്തെ അവരുടെ ദൈനംദിന വ്യാപാരങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. അവരോട് ഇസ്ലാം പറയുന്നത്, നിങ്ങളെ അള്ളാഹുവിന് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റൂല. കാരണം അള്ളാഹുവിന് നിങ്ങളെ ആദ്യം സമർപ്പിക്കണം. എൻ്റെ കാര്യം ഞാനാണ് തീരുമാനിക്കേണ്ടതെന്ന് വന്നാൽ സ്വാഭാവികമായിട്ടും പിന്നീട് നിങ്ങൾക്ക് ഈ അഖദിൻ്റെ തന്നെ ആവശ്യമില്ല, ഈ കരാറിൻ്റെ ആവശ്യമില്ല, ഈ ഉടമ്പടിയുടെ ആവശ്യമില്ല, ഒരു വിവാഹത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു പടച്ചവനും ആ പടച്ചവന് നിങ്ങളുടെ മേൽ ചില നിയന്ത്രണങ്ങളും, അലാ ലഹുൽ ഖൽഖു വൽ അംറു. ഇസ്ലാം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഖൽഖ് ആരുടേതാണോ അംർ അവൻ്റേതാണ്. അലാ ലഹുൽ ഖൽഖു, നിങ്ങൾ അറിയുക, ലഹുൽ ഖൽഖു ആരാണോ സൃഷ്ടിച്ചത്, വൽ അംറു സൃഷ്ടിച്ചതാരാണോ അവന് മാത്രമേ കൽപ്പിക്കാനുള്ള അധികാരമുള്ളൂ. സൃഷ്ടാവാരാണോ അവനാണ് കൽപ്പിക്കുന്നത്, നിങ്ങളല്ല. ലിബറലിസത്തിൽ, അതല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഉദാരവാദത്തിൽ, ഇപ്പുറത്ത് നമ്മൾ പറയുന്ന ഇസ്ലാമിനെതിരെ പറയുന്ന ഇതൊക്കെ വ്യക്തിവിരുദ്ധമായ സ്ഥാപനങ്ങളാണ് എന്ന് കുടുംബത്തെക്കുറിച്ച് ഇസ്ലാമിനെ കുറിച്ചും പറയുമ്പോൾ ഇപ്പുറത്ത് പറയുന്നത് മനുഷ്യനൊരു രക്ഷിതാവുണ്ടെന്നും മനുഷ്യനൊരു പടച്ചവനുണ്ടെന്നും ആ പടച്ചവൻ പറഞ്ഞ കാര്യം എൻ്റെ കുടുംബജീവിതത്തിൽ, പ്രത്യേകിച്ചും എൻ്റെ ലൈംഗിക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞിട്ട് മാത്രം അതിനെ മാറ്റാൻ പറ്റില്ല. ഉത്തരവാദിത്തമുള്ള ലൈംഗികതയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇൻഡിവിജ്വലിസം, ലിബറലിസം പറയുന്നത് ഫ്രീ സെക്സ് ആണ്, ഉദാരമായ ലൈംഗികതയാണ്. ഉദാരമായി എന്തും ഏതും എവിടെ വെച്ചും തോന്നുന്ന രീതിയിലും നിങ്ങൾക്ക് കൺസെന്റ് മാത്രം മതി എന്നാണ്. കൺസെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടർക്ക് പരസ്പരമുള്ള താല്പര്യവും സമ്മതവും ഉണ്ടായാൽ അത് മാത്രം ധാരാളമാണ് കുടുംബജീവിതം നയിക്കാനല്ല, ഒരുമിച്ച് താമസിക്കാൻ. ഇസ്ലാം പറയുന്നു അല്ല. കാരണം ഏതൊരു സൃഷ്ടാവാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവ് പറയുന്നു ഇങ്ങനെയല്ല. ഉത്തരവാദിത്തമുള്ള ലൈംഗികത, ഉത്തരവാദിത്തമുള്ള കുടുംബജീവിതം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ചില നിർബന്ധമായ പരിഗണനകൾ അർഹിക്കുന്നത്. ഏതെങ്കിലും ഒരു റൂമെടുത്ത് ഒരു ദിവസം താമസിച്ച് പോകുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. നിങ്ങളോടൊപ്പം താമസിക്കുന്നത് മുതൽ അവൾക്കുമേൽ നിർബന്ധമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ മബീത്ത് വരും, നഫക്കത്ത് വരും, കിസ്വത്ത് വരും. അവൾ എവിടെ താമസിക്കണം എന്നുള്ളത്, അവൾക്ക് ആ താമസ സ്ഥലമൊരുക്കുന്നത് നിന്റെ ബാധ്യതയാണ്. നഫക്കത്ത്, അവളുടെ എല്ലാ ചുമതലയും, എല്ലാ സാമ്പത്തികമായ ചുമതലയും ഇന്ന് മുതൽ നിനക്കായി. വകിസ്വത്തുഹുന്ന, അവളുടെ വസ്ത്രമടക്കം നിന്റെ ബാധ്യതയായി. ഈ ബാധ്യത പുരുഷൻ ഏറ്റെടുക്കാൻ പറ്റുമോ? എങ്കിലേ വിവാഹത്തിലേക്ക് കിടക്കണ്ടുള്ളൂ. ഫ്രീ സെക്സിൻ്റെയും ഇൻഡിവിജ്വലിസത്തിൻ്റെയും ഇപ്പുറത്തുള്ള കാലത്ത് നമ്മളിപ്പുറത്തുനിന്ന് കേൾക്കും ആണും പെണ്ണും തൊഴിലെടുക്കണമെന്ന്. അപ്പോൾ നമുക്ക് തോന്നുന്നൊരു സ്വാതന്ത്ര്യമാണ്. ആണും പെണ്ണും തൊഴിലെടുക്കണമെന്ന്. പെണ്ണിന് ഇസ്ലാമിൽ തൊഴിൽ എത്രയും എടുക്കാം, അതൊന്നും പ്രശ്നമല്ല. ഇത് ഇസ്ലാമിൽ തൊഴിൽ പാടില്ല എന്നാണ് ഇവരൊക്കെ കരുതിയിരിക്കുന്നത്. ഇവർ ഈ കൂട്ടത്തിൽ വേറൊരു ഗോളടിക്കണം. ആണും പെണ്ണും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. നമ്മൾ ജീവിക്കണതിൻ്റെ പകുതി ഉണ്ടല്ലോ, അതിൻ്റെ ചെലവുണ്ടല്ലോ, പകുതി നീയും അങ്ങോട്ട് വഹിച്ചോളി. അങ്ങനെ പെണ്ണിനെ സ്വാതന്ത്ര്യപൂർണമായ ജീവിതത്തിലേക്ക് നയിച്ചു എന്നിവർ പറയും. ഇസ്ലാം പറയുന്നു ഇല്ല, അവൾക്കൊരിക്കലും
നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ എന്നല്ല, അവളുടെ കാര്യത്തിൽ പോലും ഒരു പൈസ പോലും ചെലവഴിക്കേണ്ട ബാധ്യതയില്ലാതെ പറയുന്നത്. അവൾ തൊഴിലെടുക്കേണ്ടെന്നല്ല പറയുന്നത്. അവൾ തൊഴിലെടുക്കുന്ന കാര്യത്തിൽ പോലും അവളുടെ പണം അവൾ ഇതിലേക്ക് വിനിയോഗിക്കേണ്ട ചുമതല അവൾക്കില്ലാന്ന്. ഒരാൾ ചെലവഴിച്ചു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിർബന്ധ ബാധ്യതയില്ലാന്ന്. ഞാൻ ഈ അടുത്തൊരു ടീച്ചറെ കണ്ടിരുന്നു. ആ ടീച്ചർ എൻ്റെ അടുത്ത് ഒരു 120 രൂപ പെട്ടെന്ന് ഓട്ടോയിൽ വന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ചോദിച്ചു. ടീച്ചറോട് തമാശക്ക് ചോദിച്ചു, ടീച്ചറെ നിങ്ങൾ അപ്പോൾ ഈ സാലറി ഒന്നും കിട്ടാറില്ല, വെറുതെ തമാശ. ATM ഭർത്താവിൻ്റെ അടുത്താണ്. അതായത് ടീച്ചർ സമ്പാദിക്കുന്ന പൈസയും പുരുഷൻ കൈവശം വെച്ച് അതുകൂടി തൻ്റെ കൈക്കലാക്കി ഇവരെ വിമോചിപ്പിക്കുന്നതിൻ്റെയോ അതല്ലെങ്കിൽ ഇവർക്ക് അവസരം കൊടുത്തു എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയോ കൈയടിക്കുകയോ ചെയ്യുന്നതിൻ്റെ പേരാണോ പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യം, സമത്വം? തീർച്ചയായും നമ്മളുടെ പുതിയ ജനറേഷൻ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ എന്നല്ല, പെൺകുട്ടികൾ ഒരെഡ്ജിൽ ആൺകുട്ടികളെക്കാളും പഠനത്തിലും മറ്റ് വൈദഗ്ധ്യത്തിലൊക്കെ മുന്നിലുള്ളവരാണ്. അവർ ജോലിയെടുക്കുകയും ആ മേഖലകളിൽ വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോവുകയും വേണം. പക്ഷേ ഇസ്ലാം കുടുംബ ജീവിതത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് പുരുഷനെയാണ്. ഇതാണ് പ്രാധാന്യപൂർവ്വം പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് പണിയെടുക്കുന്ന ഒരു പെണ്ണ് അവൾ കുടുംബം കൂടി പോറ്റണമെന്നുള്ള അമിത ബാധ്യത ഇസ്ലാം ആ പെണ്ണിന് വെച്ചു കൊടുക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ തുടർച്ചയിൽ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അലാലഹുൽ ഖൽഖു വൽ അംർ, അതാര് പറഞ്ഞു? പെണ്ണ് ചെലവഴിക്കേണ്ടതില്ല, ആണ് ചെലവഴിച്ചാൽ മതി എന്നാര് പറഞ്ഞു? സൃഷ്ടിച്ച സൃഷ്ടാവ് പറഞ്ഞു. ഇതാണ് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കാത്തിടത്തോളം നമുക്ക് തോന്നും ഈ ഫ്രീ സെക്സിൻ്റെയും വ്യക്തി ഉദാരവാദത്തിൻ്റെയും ഇത് മനോഹരമായ കൺസെപ്റ്റായി തോന്നും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇതിൽ വീണ്ടും സ്ത്രീയെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ഇടങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദാംശങ്ങൾ വരും ഖുത്ബകളിൽ നമുക്ക് സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വഴിയിൽ ഹൽക്ക് അള്ളാഹുവിൻ്റെതായതുപോലെ അമ്രും അള്ളാഹുവിനെ സ്വീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് അപകട മരണങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ അവരുടെ പെട്ടെന്നുള്ള ഒരു മരണം നമുക്കറിയാം. അതിനുശേഷവും ഒരുപാട് അപകട മരണങ്ങൾ നമ്മുടെ മുമ്പിൽ വരികയാണ്. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ യോഗത്തിൽ വ്യസനിച്ചിരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും ശിഫയും നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് നമ്മളെ നിർമ്മല മനസ്സരായി അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത സംപ്രീതരായ അവരുടെ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹിൽ അഹദ് ഫർദ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വസല്ലംത വബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇബാദല്ലാഹ് വഇമാ അല്ലാഹു ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر إخواننا بأرض فلسطين وانصر إخواننا في أرض لبنان. اللهم انصر إخواننا في أنحاء العالم وانصرهم بنصرك العزيز على القوم الكافرين. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم زلزل أقدامهم. اللهم فرق جمعهم. اللهم هدم حصونهم. اللهم أقل نفوذهم. اللهم دمرهم يا رب العالمين. اللهم يا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
اللهم ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى على خير محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين قوموا للصلاة